ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈ മുളക് തയ്യെ ഒന്ന് നട്ടുപിടിപ്പിക്കണം. അത് ഞാനൊരു പ്രത്യേക രീതിയിലാണ് നട്ടുപിടിപ്പിക്കുന്നത്. നല്ല വളർച്ചയും വിളവും കിട്ടുന്നതിന് വേണ്ടി. അതുകൊണ്ട് മുഴുവനായും തന്നെ കാണണം, എന്നാലേ നമുക്ക് ഉപകാരപ്പെടത്തുള്ളൂ. അപ്പോൾ ഞാനിത് നട്ടുപിടിപ്പിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലം കാണിച്ചു തരാവേ. ഞാൻ ഈ സ്ഥലമാണ് മുളക് നട്ടുപിടിപ്പിക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നറിയോ? ഇവിടെ നല്ല വെളിച്ചമൊക്കെ കിട്ടും, പക്ഷേ ചൂട് കുറവാണ്. ചൂട് കുറവുള്ള സ്ഥലമാണ് മുളക് വളർത്താൻ നല്ലത്. ഈ പ്രോട്രേക്കകത്ത് ഈ മുളക് ചെടി ഇനിയും നിന്നാലത്തെ കുഴപ്പം എന്നാണെന്നറിയോ? ഇതിൻ്റെ വേരിന് വളരാനുള്ള സ്ഥലം ഇതിനകത്തില്ല. അങ്ങനെ വേരിന് വളരാനുള്ള സ്ഥലമില്ലാത്തത് കൊണ്ട് വേരിൻ്റെ വളർച്ച നിന്നു പോവും. അതുകൊണ്ട് തന്നെ ചെടിയിടി. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രോട്രേക്കകത്തുനിന്ന് അല്ലെങ്കിൽ ഇതുപോലുള്ള ചെറിയ പാത്രങ്ങളിൽ നിന്ന് ചെടികൾ, മുളകൊക്കെ പോലെയുള്ളവ നമ്മൾ മാറ്റി നടുന്നതിൻ്റെ ഉദ്ദേശം. നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിവിടാതെ ഒരു പൈനാപ്പിൾ നിൽക്കുന്ന നിപ്പ് കണ്ടോ? വിളയാറൊക്കെ ആയിട്ടുണ്ട്. ഇത് ചുവട്ടിൽ നിന്നൊക്കെ കളറ് മാറാൻ തുടങ്ങി, മുള്ളൊക്കെ പരന്നൊക്കെ തുടങ്ങി. പക്ഷേ ഈ നിപ്പ് നിന്നാൽ നമ്മൾ ഇതിനിടയ്ക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും 2 പ്രാവശ്യം നടക്കുമ്പോൾ ഉണ്ടല്ലോ, ഇത് ഒടിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു കെട്ടിട്ടിടാം. അപ്പം കെട്ടൊരിക്കലും ഇതേലോട്ട് മുറുകത്തില്ല. അപ്പം ഞാൻ ഇവിടോട്ടൊരു കെട്ടിട്ടിട്ടുണ്ട്. അപ്പം എങ്ങനെ വന്നെന്ന് പറഞ്ഞാലും അവിടം വരെയേ ഇത് പോകത്തുള്ളൂ. അപ്പം ഞാൻ ഇതിനെ ഇവിടെ ഒരു കമ്പുണ്ടേ, ഇവിടോട്ട് മുറുക്കിക്കെട്ടെ. ഇനിയിപ്പോൾ കുറച്ച് നാളത്തെ കാര്യമുള്ളൂ, അപ്പോഴത്തേക്കിന് ഇതിനെ വിളവെടുക്കാറാകും. ഉണ്ട്. അപ്പോൾ ഉയർന്നു നിന്നു. ഇനി അങ്ങനെ നിൽക്കട്ടെ. അപ്പം ഞാൻ ഇവിടോട്ടൊന്ന് ഉടക്കിയിടാം. അപ്പോൾ ഇനി ശല്യമില്ല. ഈ സ്ഥലത്താണ് ഞാൻ നടുന്നത്. അപ്പം ഞാനിവിടെ ഒരു കുഴി എടുക്കുവാണേ. ഇതിനകത്ത് നേരത്തെ നമ്മൾ ഓരോ നടുന്നതിൻ്റെയൊക്കെ ബാക്കിയൊക്കെ പറിച്ചിടും. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചെടിക്ക് നല്ല മണ്ണിളക്കം കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നടുന്നത്. അപ്പം ഞാൻ ഇവിടെ ഒരു കുഴി എടുത്തേ. ഒരു കുറച്ച് നല്ല വലിപ്പത്തിലുള്ള കുഴി തന്നെ നമുക്കിവിടെ എടുക്കാം. കണ്ടോ? ഇത്രയും വലിയൊരു കുഴി എടുത്തു. ഇനി ഞാൻ ഈ കുഴിക്കകത്തോട്ട് ഇത് പച്ചക്കക്കാപ്പൊടിയാണേ. കണ്ടോ? അതിൻ്റെ ഒരു ടീസ്പൂൺ നിറച്ച് ഞാൻ ഇടുവാണേ. കണ്ടോ? ഇത്രയും പച്ചക്കക്കയുടെ പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലോട്ടെന്ന് പറയുന്നത് ഈ ടീസ്പൂണിന് 1 ടീസ്പൂൺ നിറച്ച് അതിനെല്ലാം കട്ട കെട്ടിയിരിക്കും. അത് ഇത്രയും ഇത് എപ്സം സോൾട്ടാണേ. ഇത്രയും എപ്സം സോൾട്ടും കൂടെ ഇട്ട് കൊടുത്തു. കണ്ടോ? ഇത്രയും എപ്സം സോൾട്ട് ഇട്ടിട്ട് നമ്മളിത് പൊടിച്ച് ഈ പച്ചക്കക്കായും ഇതിനകത്ത് കിടക്കുന്ന മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് ചേർക്കണേ. അങ്ങനെ മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം നമ്മളിതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കുവാണേ. കണ്ടോ? കുറച്ച് മണ്ണിട്ട് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് കണ്ടോ? ഇത് നമ്മൾ ഇതുപോലെ കറി വെക്കാനായിട്ട് കായയുടെ തൊലി എടുക്കുമ്പോൾ കിട്ടുന്നതാണേ. അത് നമുക്ക് കുറച്ച് ചെറുതായിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ ഇത് ഒരു കായയുടെ തൊലിയേ ഉള്ളൂ. അപ്പോൾ ഇത് കറി വെക്കാനുള്ള കറിക്കായാണേ. ഏത്തക്കായാണെങ്കിൽ നമ്മളിത് ഇങ്ങനെ ഈ സൈഡ് മാത്രമേ ചെത്തി കൊടുക്കത്തുള്ളൂ. അതേസമയം കറി വെക്കുന്ന സാധാരണ കായാണേ കണ്ടോ, ഇതേപോലെ നമ്മൾ തൊലി ഇങ്ങനെ ഊരിയെടുക്കും. അപ്പോൾ ഇതിൻ്റെ ഈ 4 വശത്തുനിന്ന് 4 പ്രാവശ്യം അല്ലെ 5 പ്രാവശ്യം കൊണ്ട് ഒരു കായയുടെ മൊത്തം തൊലിയും നമുക്കിതുപോലെ ഉതിർത്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ തൊലി എടുത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ട് മുറിച്ച് ഈ കുഴിക്കകത്തേക്ക് ഇടാവേ. ചെറുതായിട്ട് മുറിച്ചിടുന്നത് നമുക്ക് മണ്ണിട്ട് മൂടാനും അതുപോലെ അതിൻ്റെ മുകളിലോട്ട് ഈ ചെറിയ ചെടിയല്ലേ വെച്ച് പിടിപ്പിക്കേണ്ടത്, അത് വെച്ച് പിടിപ്പിക്കാനൊക്കെയുള്ള സൗകര്യത്തിനാണ് നമ്മളിതിങ്ങനെ ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇട്ടു. ഇതൊരു നേരത്തെ എടുത്ത കായയുടെ ഒരു മിച്ചം ഭാഗം ഇരിക്കുന്നതാണേ. അതുകൊണ്ട് ഞാനിതങ്ങോട്ട് അരിഞ്ഞിടുക. കണ്ടോ? ഇങ്ങനെ ഇട്ടിട്ട് നമ്മളിതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണിടുവേ. അത് വേണമെങ്കിൽ ഈ കുഴിയുടെ സൈഡിലെ മണ്ണ് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പുതിയ മണ്ണിടാൻ പോവാം. ഇത് ഈ കായയുടെ തൊലിയും ഒക്കെ കൂടെ ഇട്ടതിൻ്റെ മുകളിലോട്ട് നമ്മുടെ പോട്ടിംഗ് മിക്സ് ആണേ. കുറച്ച് പോട്ടിംഗ് മിക്സ് ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കണ്ടോ? ഇതുപോലെ നമ്മൾ പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് ഇതിനകത്തൊന്ന് അടർത്തിയെടുക്കണം, അല്ലെങ്കിൽ ഊരിയെടുക്കണം. അപ്പോൾ ഒട്ടും വേര് പൊട്ടാതെ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. കണ്ടോ? ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടാണ് ഇതിനകത്തുനിന്ന് പൊക്കിയെടുക്കുന്നതെങ്കിൽ ഒട്ടും വേര് പോകത്തില്ല. അപ്പോൾ ഞാൻ ഇതിനകത്തുനിന്ന് ഒരെണ്ണം ഊരിയെടുക്കാൻ പോവുകയാണേ. ഇനി നമ്മൾ ഇതിൻ്റെ നടുക്കൊരു ചെറിയ കുഴി എടുത്തിട്ട് ആ കുഴിക്കകത്തോട്ടെ ഇതിനെ വെക്കുന്നത്. നമ്മൾ പുതിയ മണ്ണൊക്കെ ഇട്ടിരിക്കുന്നതാണല്ലോ പോട്ടിംഗ് മിക്സ്.
അപ്പോൾ അങ്ങനെ വെക്കുമ്പം ഈ വേര് ചുറ്റിയിരിക്കുന്ന ഈ റൂട്ട് ബോൾ എന്ന് പറയുന്ന ഭാഗമുണ്ട്, അല്ലെങ്കിൽ ഈ വേരിൻ്റെ ഭാഗം, അത് മണ്ണിൻ്റെ അടിയിൽ വരത്തക്ക രീതിയിൽ നമ്മുടെ കുഴിയിൽ പൂർണ്ണമായും ഇരിക്കത്തക്ക രീതിയിലാണ് നമ്മൾ വെക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് നമ്മുടെ പുതിയ പോട്ടിംഗ് മിക്സ് ഇടുന്നത്. അപ്പോൾ അതെന്തുമാത്രമാണോ നമുക്ക് ഇടേണ്ടത് അത്രയും നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് തണ്ടിൻ്റെ മുകളിലോട്ടൊക്കെ കയറി വരത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കാം. കണ്ടോ, ഈ രീതിയിൽ വേണം മുളകിൻ്റെ തയ്യെ നമ്മൾ മാറ്റി നടാൻ. ഇനി നമുക്ക് ഈ പുതിയതായിട്ട് നട്ടുവെച്ച ചെടിയൊന്ന് നനയ്ക്കണം. അതിന് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ കപ്പിനകത്തോട്ട്, ഇത് നമ്മുടെ സ്യൂഡോമോണാസ് ആണേ, അപ്പോൾ ആ സ്യൂഡോമോണാസിൻ്റെ 1 സ്പൂണ് ഞാൻ ഈ കപ്പിനകത്തോട്ട് എടുക്കുവാണേ. കുറച്ചുകൂടെ എടുക്കുക, 1/2 സ്പൂണേ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ, ഇതിനകത്ത് തീരെ കുറവാണ്. ഇത്രയും എടുത്തു. ഇനി നമ്മളിതിനകത്തോട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റാക്കും. അല്ലെങ്കിൽ ഇതിങ്ങനെ പൊടി പോലെ പൊങ്ങി നിൽക്കും, ഇതിനകത്ത് അലിയത്തില്ല. കണ്ടോ, ഇതുപോലെ കുറച്ചിനകത്ത് നമ്മളിതിനെ ഒന്ന് ഇളക്കി അലിയിപ്പിക്കണം. ഇങ്ങനെ അലിയിപ്പിച്ചതിന് ശേഷം നമുക്ക് ചെയ്യാവുന്നത് ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കുവാണേ. ഇത് ഏകദേശം 1 ലിറ്ററിൽ കൂടുതൽ വെള്ളം കൊള്ളുന്ന ഒരു കപ്പാണ്. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഈ വെള്ളം ഒഴിച്ചു കൊടുത്തേ. ഇനി ചെയ്യുന്നത് ഈ ചെടിയുടെ മുകളിലൂടെ, അപ്പോൾ ഇതിൻ്റെ ഇലകളിലും ആ താഴേക്ക് ഒഴുകി വീഴുന്ന വെള്ളം ഇതിൻ്റെ ചുവട്ടിലും ഒക്കെ കിട്ടും. ആ പാകത്തിന് ഇതിനകത്തേക്ക് സ്യൂഡോമോണാസ് ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ നമ്മൾ ഈ ചെടിയെ മാറ്റി നടുന്നത് എപ്പോഴും വൈകുന്നേരം വെയിൽ കുറഞ്ഞ സമയത്ത് ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഇത് വല്ലാത്ത ചൂട് കാലമല്ലേ, അപ്പം നമ്മൾ ഈ നട്ടുവെച്ച ചെടിക്കൊരു ചെറിയ തണലും കൂടെ കൊടുക്കാം. അപ്പോൾ ഇതേ ഞാൻ ഈ കമ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് പ്ലമ്മിൻ്റെ കമ്പാണേ. അപ്പോൾ അത് ഞാനൊന്ന് പതുക്കെ ഒടിച്ചിട്ട്, കണ്ടോ, അപ്പോൾ ഒടിക്കുമ്പം ചെറുതായിട്ട് വളഞ്ഞ് നിൽക്കും. അപ്പോൾ ഇവിടോട്ട് വെക്കുവാണെങ്കിൽ നമ്മുടെ ചെടിയുടെ മുകളിൽ ഒട്ടും വെയിലടിക്കത്തില്ല. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം നട്ടുവെച്ച ചെടിയാണേ, അപ്പോൾ അതിനും കൂടെ ഒരു ചെറിയ തണൽ കൊടുത്തേക്കാം. കണ്ടോ, അപ്പോൾ ഇങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ മുളക് തൈയുടെ മാറ്റി നടിയിൽ കഴിഞ്ഞു. ഇനി നമുക്കിത് ഇവിടെ ഒരു പയറുണ്ടേ, അപ്പോൾ ഇതിൻ്റെ പയറും കൂടെ നമുക്കൊന്ന് വിളവെടുക്കാം. അവിടെ എവിടെയൊക്കെ ഉടക്കി കിടക്കുക, ഇത് കണ്ടോ, ഇങ്ങനെ ചുറ്റിക്കെട്ടിയൊക്കെ കിടക്കുന്നു. നമുക്കിതിൻ്റെ ഒന്ന് വിളവെടുക്കാവേ. ആദ്യം നമുക്ക് ഈ പയർ തന്നെ എടുക്കാം. കണ്ടോ, ഇത് നല്ല നീളമുള്ള നല്ല വണ്ണം വയ്ക്കുന്ന പയറാണ്, പക്ഷേ മൂത്ത് പോയിട്ടൊന്നും ഇല്ല. കണ്ടോ, ഇതേപോലെ ഇവിടെ 5-6 എണ്ണം ഉണ്ട്. എല്ലാം കൂടെ ഞാനങ്ങ് പറിച്ചെടുക്കുവാണേ. അപ്പോൾ പിന്നെ നമുക്കൊരു തോരൻ വെക്കാനായിട്ട് കിട്ടും. ഇത് നല്ല പച്ച നിറത്തിലുള്ള നല്ല പയറാണ്. അപ്പോൾ ഇതിവിടെ വെച്ചിട്ട് ബാക്കി പറിച്ചെടുക്കാം. ഇതൊരു 2 ചുവടാണേ. കണ്ടോ, ഇതൊരു ചുവടും ഇതൊരു ചുവടുമായിട്ട് 2 ചുവട് പയറാണ്. അപ്പം ഇവിടോട്ടൊക്കെ അവരിങ്ങനെ പടർന്നു പോയിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ എല്ലാം ഒന്ന് വിളവെടുക്കും. അപ്പം ഇവിടെ ഉണ്ട്. അതുപോലെ ഇച്ചിരി നീളം കൂടിയതൊക്കെ പറിച്ചേക്കാം. വലയ്ക്കകത്തൂടെ അതുപോലെ ഇത് ഒരു തോരൻ വെക്കാനുള്ളത് കിട്ടുമായിരിക്കും. അപ്പോൾ 2 ചുവട് പയർ മതി നമുക്കൊരു സാധാരണ ഒരു ചെറിയ വീട്ടിലേക്ക് തോരൻ വെക്കാനുള്ള പയർ കിട്ടാൻ. അപ്പോൾ ഞാൻ ഇത് വിളവെടുത്തതിന് ശേഷം കാണിക്കാവേ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ അണ്ണാൻ്റെയും ഏതാണ്ട് കിളിയുടെയൊക്കെ തത്തമ്മയുടെയൊക്കെ ശല്യം കുറവുണ്ട്. അതെന്നാണെന്നറിയോ, നമുക്കിത് ഇവിടെ അവിടെ ഒരു കാക്ക കൂട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ കാക്ക ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ടാണ് ഈ മറ്റ് കിളികളുടെ ശല്യം ഇവിടെ നല്ലോണം കുറഞ്ഞു കിട്ടി. അതെനിക്ക് നല്ലൊരു ഉപകാരമായി. അല്ലെ എനിക്കൊരു ഒറ്റ പയർ വിളവെടുക്കാനായിട്ട് ഇവിടെ കിട്ടാറില്ലായിരുന്നു. പിന്നെ ഇത് അവിടോട്ടും ഇവിടോട്ടൊക്കെ പടർന്നു പോയിട്ടുണ്ടേ. കണ്ടോ, ആ സൈഡിൽ ഒരെണ്ണം ഉണ്ട്. ഇത് നമ്മുടെ കുറ്റിപ്പയറാണേ. കുറ്റിപ്പയർ പെട്ടെന്ന് അങ്ങനെ വിളഞ്ഞു പോവും. കണ്ടോ, അപ്പോൾ ഇത് നമുക്കെപ്പോഴും തോരൻ വെക്കുമ്പോൾ അതിനകത്ത് പൊളിച്ച് ചേർക്കാനായിട്ട് നല്ലതാണ്. ഇതുപോലെ കണ്ടോ, ഇത് ഇഷ്ടം പോലെ ഉണ്ടാകും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഈ പയറിൻ്റെ അറ്റം കണ്ടോ ഇങ്ങനെ നീണ്ടു വരുന്നതെന്ന് പറയുന്നത് സൂക്ഷ്മമൂലകങ്ങളുടെ കുറവ് കൊണ്ടാണേ. അപ്പം നമ്മൾ ഇച്ചിരി സൂക്ഷ്മമൂലകത്തിൻ്റെ വാങ്ങിക്കാൻ കിട്ടും. അത് ദ്രാവക രൂപത്തിലുള്ളത് കൊണ്ട് പൊടി രൂപത്തിലുള്ളത് കൊണ്ട് അത് വാങ്ങിച്ച് നമ്മളങ്ങോട്ട് വെള്ളത്തിൽ കലക്കി ചുവട്ടിലൊഴിച്ചു കൊടുത്താൽ മതി. അടുത്ത പ്രാവശ്യം വിളവെടുക്കുമ്പോഴത്തേക്കിന് തന്നെ അത് മാറിക്കിട്ടും. അപ്പം ഞാൻ ഈ ഉള്ളത് മുഴുവൻ ഇങ്ങനെ പറിച്ചെടുക്കുക. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം മുറിക്കാൻ വരുമ്പോഴത്തേക്കിന് വിളവ് കൂടിപ്പോവും. ഈ പയർ കണ്ടോ, അതിൻ്റെ തന്നെ ഇങ്ങനെ താഴേക്ക് അവർ പടർന്നിട്ടുണ്ടായിരുന്നു. ആ ഭാഗത്ത് കായ്ച്ചതാണ്. ഇതിപ്പം വിളവെടുക്കാറായിട്ടില്ല. അതുപോലെ ഈ കമ്പയിലോട്ടൊക്കെ അവർ പടർന്ന് കിടപ്പുണ്ട്. അപ്പം ഞാൻ അതിൻ്റെയും കൂടെ ഒന്ന് അത്യാവശ്യം പറിച്ചെടുക്കാം. അപ്പം നമുക്കൊരു തോരൻ വെക്കാനുള്ളത് കിട്ടും. ഇതിങ്ങനെ നീണ്ടു പോയിരിക്കുന്നുണ്ടോ.
അപ്പോൾ അത്യാവശ്യമുള്ളതായി. പിന്നെ കുറച്ചൊക്കെ ഉണ്ട്, അത് ചെറുതായിട്ട് കിടക്കുന്നതാണ്. അതും കൂടെ നമുക്ക് ഇതുപോലെ വിളഞ്ഞിട്ടെടുക്കാം. ഇത്രയും മതി. ഇത് ഇവിടെയൊക്കെ കണ്ടോ കുഞ്ഞു കുഞ്ഞു പയറുണ്ട്, അതെല്ലാം ആ ചോട്ടിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. ഇത് കണ്ടോ വയലറ്റ് പയർ നീളം വെച്ചിരിക്കുന്നതാണേ. ഈ പയറിൻ്റെ പേരെന്നാന്ന് ആരോ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇത് വൈജയന്തി പയറെന്ന് പറയുന്ന പയറാണ്. അപ്പോൾ നല്ല നീളം വെക്കുന്ന ഇനം വയലറ്റ് പയറാണ്. ഇപ്പോൾ ഇതിൻ്റെ വിളവൊക്കെ ഇവിടെ കുറഞ്ഞിരിക്കുക. ഈ ചെടികളെല്ലാം ഉണങ്ങിപ്പോയി കഴിഞ്ഞു. ഇനി അടുത്ത സെറ്റ് ഇവിടെ നട്ടുപിടിപ്പിക്കണം. അപ്പോൾ നമുക്ക് 3 എണ്ണം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ 3 എണ്ണം ഇങ്ങ് പറിച്ചെടുത്തതാണ്. അപ്പം നമുക്കിതേ ഈ വെണ്ടയ്ക്കയും കൂടെ ഒന്ന് വിളവെടുത്തേക്കാവേ. ഇത് കണ്ടോ ഇതുപോലെ ഇനി നീണ്ടു പോയി കഴിഞ്ഞാലുണ്ടല്ലോ വെണ്ട നമുക്ക് കുറച്ച് താഴ്ത്തി വെച്ചിട്ട് ഈ ഭാഗം കണ്ടു വെച്ചിട്ട് മുറിച്ച് വിടണം. അപ്പം നല്ലോണം ശിഖരങ്ങൾ വന്നിട്ട്, ഇതൊരു ചുമല വെണ്ടയാണേ, ശിഖരങ്ങൾ വന്നിട്ട് നല്ലോണം കായ്ക്കും. അതുപോലെ ഇതൊരു വേറൊരു വെണ്ടയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമുക്ക് വിളവെടുക്കണം. ഇങ്ങനെ വിളവെടുക്കുവാണെങ്കിൽ വിളവെടുക്കുന്നതിനനുസരിച്ച് പുതിയ പുതിയ കായ്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ വെണ്ട കണ്ടോ, ഇത് നമ്മൾ മാറ്റി നടുന്നതിൻ്റെ വീഡിയോ കാണിച്ചിരുന്നതാണേ. ഒരു മാസം പോലും ആയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. ഇതുപോലെ നിറച്ച് വെണ്ടയ്ക്ക ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇത് അങ്ങോട്ട് വിളവെടുക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് കുറച്ചും കൂടെ വലിപ്പമൊക്കെ വെക്കുന്നതാണ്. എന്നാലും പിന്നെ ഇത് തീരെ ചെറുതാണ്. അപ്പോൾ അതവിടെ നിന്നോട്ടെ. അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് കറിവേപ്പിൻ്റെ ഇല വേണമെങ്കിൽ, ഇത് ചെറിയ കറിവേപ്പാണ്, ഇതിവിടെ നല്ല കുറച്ചും കൂടെ വലിയ കറിവേപ്പുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ അങ്ങ് എടുത്തുകൊണ്ട് പോകാം. അപ്പം ഞാൻ ചെറിയൊരു കമ്പ് ഒടിച്ചെടുക്കുവാണേ. അപ്പോൾ അതിന് നമ്മൾ കമ്പ് ഒടിച്ചെടുത്തു കഴിഞ്ഞാൽ ഒന്നും പേടിക്കാനില്ല. ഇഷ്ടം പോലെ അവർ വേറെ വേറെ വളർന്നു വന്നോളും. അപ്പോൾ കുറച്ച് വലുതായിട്ട് പൊങ്ങി നിൽക്കുന്ന കമ്പ് ഏതാണോ അത് മുറിച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പം ഈ കമ്പ് ഞാനിതുപോലെ ഇവിടുന്ന് മുറിച്ചെടുക്കുവാണേ. കണ്ടോ, അപ്പം നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില കിട്ടുകയും ചെയ്യും. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.